Hello, buddies. Welcome to a brand new episode of Breaking the Fourth Wall with AJ. ഇന്ന് ഞാൻ നമ്മളുടെ ഇടയിൽ നിന്ന് വിട്ടുപോയ അമേരിക്കൻ ആക്ടർ ചാഡ്വിക് ബോസ്മാൻ്റെ മോർഷൽ എന്ന സിനിമയാണ് ഡിസ്കഷനായിട്ട് എടുത്തിരിക്കുന്നത്. ദ മൂവി റിലീസ്ഡ് ഇൻ 2017, ഡയറക്റ്റഡ് ബൈ റെജിനാൾഡ് ഹട്ട്ലി. ഈ സിനിമ ഡിസ്കസ് ചെയ്യുന്നത് 1940-കളിൽ അമേരിക്കൻ സൊസൈറ്റിയിൽ ഈ ബ്ലാക്ക് കമ്മ്യൂണിറ്റി വളരെയേറെ ഒപ്രഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ അമേരിക്കൻ ലോ കൈമുതലാക്കി മാറ്റി പടിപടിയായി ഉയർന്നു വന്ന് അവസാനം ഈ സുപ്രീം കോർട്ട് ജസ്റ്റിസ് വരെ ആയ തോറഗോട്ട് മോർഷൽ എന്ന വളരെ ഇൻഫ്ലുവൻഷ്യലായ അമേരിക്കൻ ഹിസ്റ്ററിയിലെ വളരെ ഇൻഫ്ലുവൻഷ്യലായ ഒരു ലോയറിൻ്റെ റോളിലാണ് ചാഡ്വിക് ബോസ്മാൻ വന്നിരിക്കുന്നത്. ആൻഡ് ദ മൂവി ഈസ് ഓൾ അബൌട്ട് ഹിസ് ഫസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ കേസ്. ആ ഒരു കേസോടുകൂടിയാണ് അമേരിക്കൻ ഹിസ്റ്ററിയിൽ തോറഗോട്ട് മോർഷൽ എന്ന പേര് തന്നെ രേഖപ്പെടുത്തി വന്നിരിക്കുന്നത്. എന്താണ് ഈ സിനിമയുടെ പ്രത്യേകത, എന്താണ് ഈ സംഭവം അമേരിക്കൻ ഹിസ്റ്ററിയിൽ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നു, അത് നമുക്ക് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സൊസൈറ്റി ഇമ്പാക്റ്റ്, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ഞാനിന്ന് നിങ്ങൾക്കായി ചർച്ച ചെയ്യുന്നു. സോ വിത്തൗട്ട് എനി ഫർദർ മൂവ്മെൻറ്റ്, ലെറ്റ്സ് ബ്രേക്ക് ദ ഫോർത്ത് വോൾ. മൂവി സിനോപ്സിസ് പറയുന്നതിന് മുമ്പേ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രം എന്താണെന്നൊന്ന് പറയാം. 1940-കൾ എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മളുടെ മനസ്സിൽ സെക്കൻഡ് വേൾഡ് വാർ വരുമെങ്കിലും ആ സമയത്ത് അമേരിക്കൻ ഹിസ്റ്ററിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് കമ്മ്യൂണിറ്റി വളരെയധികം ഒപ്രഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അവിടെ ബസ്സുകളിലും പബ്ലിക് പ്ലേസസിലും കളേർഡ് എന്നും പറഞ്ഞൊരു പർട്ടിക്കുലർ ഏരിയയിൽ ഇവരെ സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. അവിടെയുള്ള മേലധികാരികൾ, അത് മിക്കവാറും വൈറ്റ് കമ്മ്യൂണിറ്റി ആയിരിക്കും, അവർക്കാർക്കും ഇവരുടെ വളർച്ച അത്രക്ക് കാര്യമായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഇവരെ പറ്റാവുന്ന രീതിയിൽ മാറ്റി നിർത്തി കൂടുതൽ അവകാശങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്ന ആ ഒരു സമൂഹമാണ് ഈ ഒരു ചുറ്റുപാടിൽ കാണിക്കുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ നിയമത്തിനെ കയ്യാളാക്കി ഒരു വക്കീലായി മാറുക വളരെ ചുരുക്കം ചില ബ്ലാക്ക് ലോയേഴ്സ് ആ സമയത്തുള്ളൂ. അതിൽ തന്നെ വളരെ സമർത്ഥനായൊരു ബ്ലാക്ക് ലോയറാണ് തോറഗോട്ട് മോർഷൽ. ഈ ഒരു സമയത്ത് ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിൽ ധാരാളം കേസുകളിൽ ഇവർ ജയിലിലടക്കപ്പെടുന്നു. വെറുതെ ഒരു ആളെ കാണുമ്പോൾ തന്നെ ക്രിമിനലാണെന്നും പറഞ്ഞ് അയാളെ കണ്ടറിയാം ക്രിമിനലാണ് എന്നുള്ളൊരൊറ്റ മുൻവിധിയുടെ പുറത്ത് വരെ ലൈഫ് സെൻറ്റൻസസിനൊക്കെ വിധേയമാകുന്ന ആൾക്കാരെ നിയമത്തിൻ്റെ സാധ്യതകളും തെളിവുകളും എങ്ങനെയൊക്കെയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നൊക്കെ എല്ലാം നോക്കി പ്രോ ബോണോ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അതായത് കേസ് എടുക്കുന്നതിന് പൈസയൊന്നുമില്ല, കേസ് വിജയിച്ച് കഴിയുമ്പോൾ കിട്ടുന്നതിൽ നിന്ന് പൈസ എടുക്കുക, ആ ഒരു രീതിയിൽ കേസ് എടുക്കുന്ന ഒരു വക്കീലാണ് തോറഗോട്ട് മോർഷൽ. മാത്രമല്ല ഈ ഇത്തരത്തിലുള്ള സെഗ്രിഗേറ്റ് ചെയ്യപ്പെടുന്ന ബ്ലാക്ക് കമ്മ്യൂണിറ്റിക്ക് എതിരെയല്ല, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അസോസിയേഷനാണ് NACP, അതായത് നാഷണൽ അസോസിയേഷൻ ഫോർ ദി അഡ്വാൻസ്മെൻറ്റ് ഓഫ് കളേർഡ് പീപ്പിൾ. അവർ ബ്ലാക്ക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പോലും അവർ ഒഫൻസീവായിട്ടാണ് കരുതുന്നത്. കളേർഡ് എന്ന് വിളിക്കുന്നതും ഇത്തിരി ഒഫൻസീവാണ്, എന്നാൽ അവർ കളേർഡ് പീപ്പിൾ എന്നുള്ള രീതിയിൽ തന്നെ അവർ അഡ്രസ്സ് ചെയ്യുന്നത്. ഈ മോർഷൽ അമേരിക്ക മുഴുവനും കറങ്ങി നടന്ന് ഈ ബ്ലാക്ക് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് പല പല നിയമകേസുകളും എടുക്കുന്നു. ഇടതടവില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അയാളുടെ ആ ഒരു പ്രതിബദ്ധത കമ്മ്യൂണിറ്റിക്ക് നല്ലതാണ്, പക്ഷെ അദ്ദേഹത്തിന് അതേപോലെ ഫാമിലിയിലെ കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് പോകുന്നതിന് ഇത്തിരി ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. എന്തൊക്കെയായാലും കനാറ്റിക്കറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ജോസഫ് സ്പെൽ എന്ന് പറയുന്ന ഒരു കറുത്തവർഗക്കാരനെതിരെ വൈറ്റ് കമ്മ്യൂണിറ്റിയിലൊരു സ്ത്രീ റേപ്പ് അക്യൂസ് ചെയ്യുന്നിടത്താണ് കഥ ആരംഭിക്കുന്നത്. ഈ ഒരു പ്രദേശത്ത് അത്യാവശ്യം വൈറ്റ് മെജോറിറ്റി ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അവിടെ എല്ലാവരും തന്നെ വിത്തൗട്ട് എനി ഫർദർ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ വിത്തൗട്ട് എനി ഫർദർ തിങ്കിങ് ഈ ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളിനെതിരെ കേസ് വരുമ്പോൾ അപ്പോൾ തന്നെ അങ്ങോട്ട് പ്രോസിക്യൂട്ട് ചെയ്യാനാണ്. ഈ ഒരു സിറ്റുവേഷനിലാണ് തോറഗോട്ട് മോർഷൽ വരുന്നത്. എന്നാൽ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് ഇവരുടെ കേസ് വിളിക്കാനോ ഇവിടെ കോടതിയിൽ വാദിക്കാനോ പെട്ടെന്ന് സാധിക്കില്ല. നിയമപരമായി കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഈ ഒരു ഏരിയയിലാണ് സാം ഫ്രീഡ്മാൻ എന്ന് പറയുന്ന ഒരു ജൂയിഷ് കമ്മ്യൂണിറ്റിയിലെ ഒരു ഇൻഷുറൻസ് ലോയർ വരുന്നത്. ഇദ്ദേഹമാണ് ഇവരെ ഈ കോർട്ടിലേക്ക് തോറഗോട്ട് മോർഷലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ സാം ഫ്രീഡ്മാൻ്റെ ബ്രദർ ചെയ്യുന്ന ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയുടെ പുറത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു സംഭവം. സാം ഫ്രീഡ്മാൻ ആണെങ്കിൽ അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ള, അത്യാവശ്യം
കമ്മ്യൂണിറ്റിയിൽ നല്ല ഒരു പേരൊക്കെയുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒരു ബ്ലാക്ക് കമ്മ്യൂണിറ്റി, സ്പെഷ്യലി ഒരു ക്രിമിനൽ കേസുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതിൽ വളരെയേറെ ബുദ്ധിമുട്ടുകൾ തുടക്കത്തിൽ കാണിക്കുന്നുണ്ട്. ഒരിക്കലും ഇവരായിട്ട് ഈ മോർഷലിൻ്റെ കാര്യങ്ങളിലായിട്ട് യാതൊരു വിധത്തിലും സഹകരിക്കാത്ത ഫ്രീഡ്മാൻ പിന്നീട് ഈ ഒരു സിറ്റുവേഷനോട് കൂടുതൽ പ്രതിബദ്ധത ജനിക്കുകയും തൻ്റെ ഇൻഷുറൻസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ സ്കില്ല് ഈ ഒരു സിറ്റുവേഷനിൽ കൊണ്ടുവരികയും ചെയ്യുന്നു. തുടക്കം മുതലേ കോടതിയിൽ മോർഷലിന് പ്രസൻ്റ് ആയിട്ടിരിക്കാം, പക്ഷേ കോടതിയിൽ ഒരിക്കൽ പോലും വാ തുറക്കരുത് എന്നുള്ളൊരു നിബന്ധനയുടെ പുറത്താണ് ജഡ്ജ് കേസ് വിളിക്കുന്നത്. ഫുൾ ടൈം ഫ്രീഡ്മാൻ തന്നെ ആ കേസ് ഹാൻഡിൽ ചെയ്യണം. ഫ്രീഡ്മാൻ അത് താല്പര്യം ഉണ്ടായിരുന്നില്ല എങ്കിലും ഫ്രീഡ്മാൻ വേറൊരു വഴിയില്ലാതെ കേസ് ഏറ്റെടുക്കുന്നു. പ്രേക്ഷകരായ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അമേരിക്കൻ കമ്മ്യൂണിറ്റിയിൽ ലാൻഡ് ലോഡ്സ് ആയിട്ടിരുന്ന ആൾക്കാരെല്ലാവരും വൈറ്റ് ആയിരുന്നു. അമേരിക്കൻ ഹിസ്റ്ററി വെച്ച് നോക്കിക്കഴിഞ്ഞ് തന്നെ അബ്രഹാം ലിങ്കൻ്റെ സമയത്തുള്ള സിവിൽ വാർ, കോൺഫെഡറേറ്റ്സ് തുടങ്ങി ജർമ്മൻ ഹിറ്റ്ലറിൻ്റെ ആര്യൻ ആശയങ്ങൾ, അതെല്ലാത്തിനെയും അമേരിക്കയിലൊരു വൈറ്റ് വാഷ് ആയിട്ടൊരു എന്താ പറയുക, അത്തരത്തിലൊരു ചുറ്റുപാട് തന്നെയുണ്ട്. ബാക്കിയുള്ള റേസുകളെല്ലാം ഇവർക്ക് മുന്നിൽ ഇൻഫീരിയർ ആണ്. വൈറ്റ് കമ്മ്യൂണിറ്റി ആണ് സുപ്പീരിയർ എന്നുള്ളതാണെങ്കിലും അത്രയും എക്സ്ട്രീം അല്ലെങ്കിലും ഇവർ കൂടുതലും ഫേവർ ചെയ്യുന്നത് വൈറ്റുകാരെ. വൈറ്റ്സിന് പോലും ഏറ്റവും എക്സ്ട്രീം വൈറ്റ്സ് എന്നുള്ളൊരു ആശയമാണ്. അതിൻ്റെ തന്നെ ചരിത്രത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കൂ ക്ലക്സ് ക്ലാൻ എന്ന് പറയുന്ന ഒരു സംഘടന പോലും ഇത്തരത്തിലുള്ള റിബല്ലിയസ് ആയിട്ടുള്ള ബ്ലാക്സിനെ ഹണ്ട് ചെയ്യുക, പബ്ലിക്കായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. ദർ ഇസ് ഈവൻ എ വേർഡ് കോൾഡ് ലിഞ്ചിങ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ വൺ ഓഫ് ദ ഫോമർ ക്ലാൻ മെമ്പേഴ്സ് നെയിം. ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു ചുറ്റുപാടിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് മെയിനായിട്ട് ബ്ലാക്ക് കമ്മ്യൂണിറ്റീനെ ഇഷ്ടമല്ല. ഒരു പരിധിവരെ ജ്യൂസിനോടും ഈ വംശീയമായിട്ടൊരു അകൽച്ചയുണ്ട്. എന്നാലും കുഴപ്പമില്ല, സ്കിന്നിൻ്റെ കളർ ഫെയർ ആയതുകൊണ്ട് അവർ ഒരു പരിധി വരെ ഇവർ അസോസിയേറ്റ് ചെയ്യും. അപ്പം ഇത്തരത്തിലുള്ളൊരു കേസ് വരുമ്പോൾ സാം ഫ്രീഡ്മാൻ ഇതാണ് പേടി. ഇത്തരത്തിൽ വൈറ്റിഷ് ആയിട്ടുള്ള ചിന്തകളുള്ള ആൾക്കാർ മിക്കവാറും ഇവരെ ടാർഗറ്റ് ചെയ്യും. ഇദ്ദേഹത്തിന് ആ കമ്മ്യൂണിറ്റിയിൽ പിന്നെയും ജീവിക്കാനുള്ളതാണ്. ഈ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷേ മോർഷലിൻ്റെ വളരെ അഡമാൻഡ് ആയിട്ടുള്ള ഒരു സ്വഭാവം ഫ്രീഡ്മാന് അധികം വൈകാതെ മോർഷലൊരു വേണമെങ്കിൽ ഒരു ആരാധകനായി മാറ്റുന്നു എന്ന് വേണമെങ്കിൽ പറയാം. തുടർന്ന് ജോസഫ് സ്പെല്ലിനോട് അന്വേഷിക്കുകയും ജോസഫ് സ്പെല്ല് തുറന്നു പറയുന്നു താൻ അങ്ങനെ ഒരു കമ്മിറ്റ് ചെയ്തിട്ടില്ല. എന്നാൽ മറ്റുള്ള ആൾക്കാർ എല്ലാവരും കമ്മ്യൂണിറ്റിയിൽ പറയുന്നത് ഒരു സ്ത്രീയും ഒരിക്കൽ പോലും ഒരാൾക്കെതിരെ റേപ്പ് അക്യൂസിങ് ഒന്നുമില്ലാതെ പറയില്ല. മാത്രമല്ല ഡീറ്റെയിൽസ്, കേസിലുള്ള ഡീറ്റെയിൽസ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇയാൾ നുണ പറയുന്നതായിട്ടേ നമുക്കും തോന്നുള്ളൂ. എന്നാൽ ആക്ച്വലി ഇതിനുള്ളിലുള്ള രഹസ്യം അല്ലെങ്കിൽ ഇതിനുള്ളിലുള്ള അൾട്ടീരിയർ ആയിട്ടുള്ള ആ സത്യം എന്താണെന്നുള്ളത് തിരിച്ചറിയുന്നിടത്താണ് ഈ സിനിമ കൊണ്ടെത്തിക്കുന്നത്. അത് നിങ്ങൾ തുടർന്ന് കാണുക. ഇനി സിനിമയുടെ കാസ്റ്റ്. മോർഷൽ എന്ന ടൈറ്റിൽ റോളിൽ വന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ചാഡ്വിക് ബോസ്മാൻ ആണ്. ചാഡ്വിക് ബോസ്മാൻ്റെ ആ ഒരു അഭിനയ പാടവം ശരിക്കും എടുത്ത് കാണിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് മോർഷൽ. കാരണം വളരെ അതുല്യമായിട്ട് തന്നെ അദ്ദേഹം ആ ഒരു ക്യാരക്ടറിന് നീതി പുലർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു എടുപ്പും ആ ഒരു സംസാര രീതിയിലും ഞാൻ പറഞ്ഞു, മോർഷൽ വളരെ അഡമാൻഡായിട്ട് ആൾക്കാരോട് ആവശ്യപ്പെടുന്നു, ആൾക്കാർ ഓട്ടോമാറ്റിക്കായിട്ട് അത് അനുസരിച്ച് പോകുന്നു. ചാഡ്വിക് ബോസ്മാൻ തൻ്റെ കഴിവ് അതിൽ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രകടനം എടുത്ത് പറയേണ്ടതാണ്. ബോസ്മാൻ്റെ കൂടെയുള്ള സൈഡ് ആയിട്ട് വരുന്ന അസിസ്റ്റൻ്റ് ആയിട്ട് വരുന്ന ഇൻഷുറൻസ് അഡ്വക്കേറ്റായ സാം ഫ്രീഡ്മാൻ്റെ റോളിൽ വന്നിരിക്കുന്നത് കോമിക് ആക്ടറായ ജോഷ് ഗാഡാണ്. ഇവരെ കൂടാതെ പബ്ലിക് പ്രോസിക്യൂട്ടറായി ഇംഗ്ലീഷ് ആക്ടർ ഡാൻ സ്റ്റീവൻസിനും ജോസഫ് സ്പെല്ലായിട്ട് സ്റ്റെർലിംഗ് കെ ബ്രൗണും വരുന്നു. ജോസഫ് സ്പെല്ലിനെതിരെ റേപ്പ് അക്യൂസ് ചെയ്യുന്ന മിസസ് എലനോർ സ്ട്രൂബിംഗ് ആയിട്ട് കെയ്റ്റ് ഹഡ്സൺ എന്ന ആക്ട്രസും ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നു. ഇനി സിനിമയുടെ ടെക്നിക്കൽസ്. മാർഷൽ മൂവി മൊത്തത്തിലൊരു കോഡ് ഡ്രാമയാണ്. പൊതുവേ കോഡ് ഡ്രാമ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റാണ്. അതിനിടയിലുള്ള നിയമപരമായിട്ടുള്ള വാദം, തർക്കം, ഓരോ സമയത്ത് നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള നിർണായകരമായ ചില ട്വിസ്റ്റുകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ധാരാളം ഉണ്ടാകുന്നത് കോഡ് ഡ്രാമകളിലാണ്. കുറച്ചും കൂടി ഒരു ത്രില്ലിംഗ് ഇൻവെസ്റ്റിഗേഷൻ മൂവിയേക്കാളും ത്രില്ലിംഗ് ആയിട്ട് എനിക്ക് ഈ ഒരു കോഡ് ഡ്രാമ ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയും ഏതാണ്ടും അതെല്ലാം തന്നെ നമുക്ക് പ്രതിദാനം ചെയ്യുന്നു. പിന്നെ ഈ സിനിമയുടെ കളർ ടോൺ, 1940s അമേരിക്ക എന്ന് പറയുന്ന ആ ഒരു കളർ ടോൺ കുറച്ചും കൂടി ഒരു ന്യൂവ നേച്ചറിലുള്ളതായിരിക്കും. ന്യൂവ എന്ന് പറയുന്ന ഒരു ക്രൈം ത്രില്ലർ ആ സമയത്ത് ഇറങ്ങിയേക്കുന്ന ആ ഒരു കളർ ടോൺ പൊതുവേ പറയാം, ഒരു
ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കളറിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സാച്ചുറേഷൻ ഡിഫറൻസ് ഈ സിനിമയിലും കളർ ടോണിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ന്യൂവ നേച്ചറിലുള്ള ചില മൂവീസ് എന്നൊക്കെ പറയുന്നത് ഏറ്റവും ക്ലാസിക് മൂവിയായ ചൈന ടൗൺ ആണ്. ആ ചൈന ടൗൺ സിനിമയിൽ കാണുന്ന അതേ കളർ ടോൺ അല്ലെ ആ ഒരു കളർ നേച്ചർ തന്നെയാണ് ഈ സിനിമയിലും കാണാൻ സാധിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട വേറെ കുറച്ച് കാര്യങ്ങൾ ഈ സിനിമയുടെ സബ്ജക്റ്റാണ്. റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ അപ്പാർത്തീത് എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോഴും വളരെ തെറ്റായൊരു പ്രവണതയായിട്ടാണ് നമ്മൾ സൊസൈറ്റിയിൽ കാണുന്നത്. ഈ ഒരു ഒറ്റ സിറ്റുവേഷൻ്റെ പുറത്ത് അമേരിക്കയിൽ എത്രത്തോളം റോങ്ഫുള്ളി അക്യൂസിങ് ഉണ്ടെന്നുള്ളത് നമുക്ക് വളരെയേറെ ആശ്ചര്യമുണ്ടാക്കും. ഈ ഒരു ആശയത്തെ പുറത്ത് ധാരാളം സിനിമകളും സീരീസും റിയൽ ടൈം ഡോക്യുമെൻ്ററീസും വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള സീരീസിൽ വൺ ഓഫ് ദി എപ്പിക് മൂവിയാണ് മോർഷ്യൽ. ഇപ്പോൾ തന്നെ ബ്ലാക്ക് ലൈഫ് മാറ്റർ എന്നും പറഞ്ഞ് ധാരാളം മൂവ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. അതിലും ഇതുപോലൊരു റോങ്ഫുള്ളി അക്യൂസിങ് ആണ്. വൈറ്റ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾ ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിലെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ രൂപവും ഭാവവും കണ്ട് അപ്പം തന്നെ ജഡ്ജ് ചെയ്യാണ് ഹീസ് എ ക്രിമിനൽ. അവരുടെ ഡീലിങ് പോലും അത്തരത്തിലുള്ളതാണ്. ഇത്തരത്തിലുള്ള ആ ഒരു ആശയത്തിനെ വളരെ കർശനമായി വിമർശിക്കുന്ന ഒരു സിനിമയാണ് മാർഷൽ. ഈ മാർഷലിലെ അവസാനം ഒരു കട്ട് സീൻസ് അല്ലെങ്കിൽ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ പോലെ കുറച്ച് കാര്യങ്ങൾ ഫാക്റ്റ് എഴുതി വെക്കുന്നുണ്ട്. അത് നിങ്ങൾ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനകത്ത് മെയിനായിട്ട് പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ബ്ലാക്ക് കമ്മ്യൂണിറ്റി ഈ നല്ലൊരു നിയമ സംവിധാനം ഉണ്ടായിട്ടും കൂടെ എങ്ങനെ ഇവർ ഇത്രത്തോളം റോങ്ഫുള്ളി അക്യൂസിങ് ആയിട്ട് എത്ര വർഷത്തോളം ഇത് പാലിച്ചു പോയിരുന്നു. മാത്രമല്ല, ഒരു നിയമ സംവിധാനം വന്നു, ബ്ലാക്ക് കമ്മ്യൂണിറ്റീസിൽ നിന്ന് ലോയേഴ്സ് വന്നു, എന്നിട്ടും ഇതിന് കുറവ് വരുന്നില്ല. അവരിപ്പോഴും റോങ്ഫുള്ളി അക്യൂസിങ്ങിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തത്, മോർഷൽ എന്ന് പറയുന്ന തുറഗുഡ് മോർഷൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റിയാണ്. ഇദ്ദേഹം ഇതേപോലെ, അതായത് വൈറ്റ് കമ്മ്യൂണിറ്റിയോട് സപ്പോർട്ടീവായിട്ടുള്ള നിയമ സംവിധാനവും അതിനോട് ആശയമുള്ള ജഡ്ജിമാർ ഇരുന്നിട്ടും അവരെല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് സുപ്രീം കോടതി ജസ്റ്റിസ് വരെ എത്തിയിരിക്കുന്ന അയാളുടെ ആ ഒരു റിലൻലെസ് ആയിട്ടുള്ളൊരു പരിശ്രമത്തെ കൂടി നമ്മളിവിടെ അക്നോളജ് ചെയ്യണം. കൂടാതെ ഈ ഇത്തരത്തിലുള്ള ഒരു ക്യാരക്ടറിനെ പോർട്രേ ചെയ്യുമ്പോൾ ചാഡ്വിക് ബോസ്മാൻ എടുക്കുന്ന എഫേർട്ട്, അതും അത്യാവശ്യം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ മൊത്തത്തിലെ സിനിമ നല്ലൊരു കോഡ് ഡ്രാമയാണ്. അതിനേക്കാൾ ഉപരി ഈ ബ്ലാക്ക് കമ്മ്യൂണിറ്റിയുടെ ആ ഒരു വിമർശനം ഞാൻ പറഞ്ഞു, ഈ ഒരു 2-3 ആശയങ്ങളിലൂടെ കയറി പോകുന്നതാണ്. ഇവിടെ കുറ്റം ആരോപിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം, അല്ലെങ്കിൽ ജോസഫ് സ്പെൽമാൻ എന്ന് പറയുന്ന ആ വ്യക്തി എന്തുകൊണ്ട് ഈ കുറ്റം തൻ്റെ മേർക്ക് വന്നിട്ടും സത്യം പറയാതെ നിൽക്കുന്നു എന്നുള്ളതും നമ്മളെല്ലാവരെയും മുന്നിലേക്ക് ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇതിനകത്ത് വേറെ ഒരു കാര്യം പറയേണ്ടത്, ഈ സിനിമ നമുക്ക് ഒരു നിമിഷം പോലും ബോറടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ സിനിമ നല്ല ഫീൽ ഗുഡായിട്ട് ഇരുന്ന് ഫുൾ ടൈം ഇരുന്ന് കണ്ട് സിനിമ തീരുന്നത് വരെ നമ്മൾ അറിയില്ല. സിനിമ കണ്ടു കഴിയുമ്പോഴും നമുക്കൊരു സാറ്റിസ്ഫാക്ടറി ഫീലിംഗ് തരുന്നുണ്ട്. അതിനാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഈ സിനിമ റെക്കമെൻഡ് ചെയ്യുകയാണ്. പറ്റാവുന്ന എല്ലാവരും തന്നെ മോർഷൽ 2017 ഈ മൂവി കാണുക. നിങ്ങളുടെ അഭിപ്രായം ചുവടെ കമൻസിൽ രേഖപ്പെടുത്തുക. ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആഡ് ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർക്ക് ഫർദറായിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആ ഡീറ്റെയിൽസിലേക്ക് പോവാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.